ചുമർ ചിത്രകലയിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് നീലേശ്വരത്തെ രമേശൻ ചിത്രശാലയും സംഘവും. 10 അടി നീളത്തിലും വീതിയിലുമുള്ള ക്യാൻവാസിലാണ് ഇവർ മികവും തികവും അടയാളപ്പെടുത്തിയ പുതിയ ചിത്രം വരച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അക്രലിക് പെയിന്റ് ഉപയോഗിച്ചാണ് നീലേശ്വരത്തെ രമേശൻ ചിത്രശാലയും കൂട്ടരും ചുമർ ചിത്രകലയിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നത്. 10 അടി നീളവും 10 അടി വീതിയുമുള്ള ക്യാൻവാസിലെ ഈ ചിത്രം വലിപ്പം കൊണ്ട് മാത്രമല്ല, വരയുടെ മികവും തികവും കൊണ്ടും ആളുകളെ ആകർഷിക്കുന്നു. സേതുബന്ധനം കഥ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം. 3 മാസം എടുത്തു വരച്ച ചിത്രം അവസാന മിനുക്കുപണിയിലാണ്. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും വാനരന്മാരുമെല്ലാം ചിത്രത്തിലുണ്ട്. വനവാസകാലത്ത് സീതാദേവിനെ അന്വേഷിക്കുമ്പോൾ സേതുബന്ധനം അതിനെ ആസ്പദമാക്കിയിട്ടാണ് എനിക്ക് ചുറ്റുവേന നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പാർട്ടി ആവശ്യപ്പെട്ടാണ് സേതുബന്ധനം അവർ ആവശ്യപ്പെടുന്നത് തയ്യാറാക്കി. വളരെ പ്രകൃതിദത്ത കളർ അതിനെ അവലംബിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അതിന്റെ പഴമയിലേക്ക്, അതായത് പുതിയതായിട്ടുള്ള യാതൊന്നും ഇത് തോന്നില്ല. കാണുമ്പോൾ ചിത്രം വളരെ ഒരു പഴമ തോന്നിക്കാൻ അങ്ങനെ തന്നെ ചെയ്തതാണ് അവരുടെ രീതിയിൽ. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിൽ ഇപ്പൊ കാണുന്നത് ശ്രീരാമൻ കഥാപാത്രങ്ങളായിട്ട് ലക്ഷ്മണൻ, വിഭീഷണൻ, ഹനുമാൻ, സുഗ്രീവൻ, അംഗദൻ, ജാമ്പവാൻ, ഇങ്ങനെ കുറെ വാനര പ്രമുഖർ ശ്രീരാമൻ കൂടാതെ നളൻ, നീലൻ, ഇങ്ങനെ 2 പേരുണ്ട്. ഇവര് 2 പേരെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരാണ് മൊത്തം ശരിയായിട്ട് ഇതിന്റെ ആൾക്കാർ. ഇവരാണ് ഈ കല്ല് കടലിലേക്ക് നിക്ഷേപിക്കുന്നത്. മറ്റു വാനരന്മാർ കല്ല് കൊണ്ടുകൊടുക്കും, ഇവര് നിക്ഷേപിച്ചാൽ ഈ കല്ല് വെള്ളത്തിൽ താവൂല എന്നാണ് ഇതിന്റെ ഐതിഹ്യം. അങ്ങനെയാണ് ഈ സേതുബന്ധനം മൊത്തമായിട്ട് വിട്ടത്. ഇതിന്റെ സ്കെച്ച് തയ്യാറാക്കിയത് ചെറുവത്തൂർ സ്വദേശിയായ അശോകനാണ്. രമേശൻ ചിത്രശാലയ്ക്കൊപ്പം രാകേഷ് കരിന്തളം, സന്തോഷ് പള്ളിക്കര എന്നിവരും ചേർന്നാണ് ചിത്രപ്പണികൾ പൂർത്തിയാക്കിയത്. അശോകന്റെ സ്വന്തം ഭാവനയിൽ ചിത്രീകരിച്ചാണ് ഇതിനെ മൊത്തം സ്കെച്ചുകൾ. പിന്നെ കൂടാതെ പെയിന്റ് ചെയ്യാൻ അതേ ഗുരുവായൂർ പഠിച്ച രാകേഷ് കരിന്തളം, കൂടാതെ ഞാൻ രമേശൻ, സന്തോഷ്, ഞങ്ങള് ഇത്രപേരും കൂട്ടിയിട്ട് ആദ്യം ഒരു 3 മാസം, ഏകദേശം ഒരു 3 മാസം കൊണ്ട് ആണ് ഇപ്പോൾ ഇത്. കോട്ടയം സ്വദേശിയുടെ ആവശ്യപ്രകാരമാണ് ഈ ചിത്രം വരച്ചതെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.